വിഷ്ണുവിന്റെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഞങ്ങളിത് കാണുമ്പോ എന്താ തോന്നുന്നത്? എന്ത് കോലാണ് ഇത്, ആൾക്കാരെന്താ പറയാ? കൈ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. ആരെ കാണിക്കാനാണ് വിഷ്ണു? നീ എന്തുവാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്റെ ഇഷ്ടം നമ്മുടെ സൊസൈറ്റിയിൽ നോക്കാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല മോനെ. എന്തൊക്കെ വിഷ്ണു ചെയ്യണേ, എന്തൊക്കെ കാണിക്കണേ? വിഷ്ണു എന്താ ചെയ്യണേ? എന്ത് ജോലിയുള്ളത്? ആ ഒന്നുമില്ല, വല്ല ഗവൺമെന്റ് ജോലിയൊക്കെ വേണ്ട. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ നമ്മുടെ പോലീസുകാരും മറ്റൊക്കെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോ എന്താ പറയാറ്? ആ ഇപ്പൊ അങ്ങനെയില്ല. കുറെ നാൾ മുമ്പ് ഫുള്ള് ചെക്കിങ്ങാ വന്നിറങ്ങിയ ചെക്കിങ് കലറിന്റെ ഒപ്പം അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ മുടി വെട്ടോ? അന്ന് മുടി വെട്ടോ? വെൽക്കം ടു സ്റ്റോറി സോ. തന്റെ വെറൈറ്റി ലുക്ക് കൊണ്ട് സോഷ്യൽ മീഡിയ കീഴടക്കിയ വിഷ്ണു റാമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദ ഷോ. എന്താണ് വിഷ്ണു കാണുന്നത്? ആദ്യമായിട്ടാണ് ഞാൻ വിഷ്ണുവിനെ നേരിട്ട് കാണുന്നത്. ഒരുപാട് ടാറ്റു കിട്ടല്ലോ. എന്താണിത്? താമര, റോസാപ്പൂവ്, പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഉണ്ടോ? പിന്നെ എന്റെ പൊന്നേ, ഇതെന്താ ഈ കാണുന്നേ? എന്താണ് ഇങ്ങനെ ഒരു ടാറ്റു ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം? എന്താ വെറൈറ്റി? എപ്പൊ നോക്കാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആക്ഷൻസ്? ഇത് മുന്നോട്ട് എങ്ങനെ ഉണ്ടോ? ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പോവാറുണ്ട്. വിഷ്ണു എപ്പോ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഒരു വൈബിലാണ് നിക്കാറുള്ളത്. അതെ, എങ്ങനെ? പക്ഷെ സംസാരം വിഷ്ണു വളരെ ഇങ്ങനെ പതുങ്ങിയ രീതിയിലുള്ള ഒരു സംസാരമാണ്. എന്നാ വേണ്ടി വന്നു കഴിഞ്ഞാ നല്ല റൂഡായിട്ടൊക്കെ പോവോ? ഓണാണ്, ഫുൾ ഓണാണ്. എവിടെയാണ്? തൃശ്ശൂർ എവിടെയാണ് വിഷ്ണു? ഇരിങ്ങാലക്കുടയാണ്. ഓഹോ, ഈ ഒരു മുടി കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്തു അല്ലെ വിഷ്ണു? എപ്പോഴാണ് ഇങ്ങനെ ഒരു മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് നീങ്ങാമെന്ന് തോന്നിയത്? സ്കൂളിൽ വെച്ചിട്ട് തന്നെയുള്ള സംഭവം. സ്കൂളിലൊക്കെ അങ്ങനെ മുടി വളർത്താനൊന്നും അങ്ങനെ സമ്മതിക്കില്ലല്ലോ. അത് കഴിഞ്ഞപ്പോ പിന്നെ പഠിക്കുന്ന സമയത്ത് 10th പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ മുടി പിന്നെ അങ്ങനെ പതുക്കെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ജഡ ആക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ നേരെ അങ്ങോട്ട് വളർത്തിയാ പോരെ? ഇല്ല, അത് വെറൈറ്റിക്ക് കൊടുക്കണ്ടേ നമ്മള്. വെറുതെ വളർത്തി എല്ലാവരും വെറൈറ്റി വേണല്ലോ. അതാണ് ഇങ്ങനെ. ഇതൊന്ന് അയച്ചു കാണിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഇപ്പൊ ഒന്ന് കാണിക്കാമോ? പിന്നെ എടോ, ഇത് കൊറേ ഉണ്ടിട്ടാ. എന്റെ പൊന്നേ, കൊറേ ഉണ്ട്. അത് മാത്രമേ കളറ് ചെയ്തിട്ടുണ്ട് അതിനെ. പക്ഷെ എടാ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ശരിയാണ്. പല വീഡിയോസിൽ കുറെ നല്ല നീളം ഉണ്ടായിരുന്നു. എന്റെ പൊന്നേ, ഇത് വേറെ ലെവലാണ് കേട്ടാ. ഒരുപാട് സാധനങ്ങളുണ്ട് ഇതില്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണേ? വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, അടിച്ചെടുത്തതാണ്. പക്ഷെ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ കാറ്റൊക്കെ വന്നിട്ട് ഈ മുടി 2 വാലുള്ളത് ആകെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇത്രയും പെരുത്ത മുടി ഒരു കുഴപ്പമില്ല. ഓ, ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നിടോ? ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലുക്കിലേക്കാണ് കേട്ടോ വരണത്. ഓക്കെ, ഇപ്പുറത്തെ കട്ട് ചെയ്ത് കളഞ്ഞതിന്റെ ഒരു ഇതാണെന്നല്ലേ? ഓക്കെ. എന്റെ പൊന്നെ, ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴാണ് ശരിക്കും ആ ഒരു ലെങ്ത് ഒക്കെ അറിയണേ. ഓ, അതിനെ കളർ ചെയ്തിട്ടുണ്ടല്ലേ? വാഷിങ് കാര്യങ്ങളൊക്കെ സാധാ ഷാമ്പൂവും കണ്ടീഷണറും ഇട്ടിട്ട് നമ്മള് സാധാ മുടി കഴുകുന്ന പോലെ തന്നെ. അല്ലാണ്ട് നിങ്ങക്ക് വേറെ പ്രത്യേകിച്ച് ഇല്ല, സാധാ പോലെ കൊമ്പ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ? ഇല്ല, ഡ്രൈവറും ഫാൻ ഇട്ടിട്ട് ഉണക്കും. ഓക്കെ, ഇരുന്ന് ഉണക്കും. പക്ഷെ ഇത് ഡാമേജ് ആയി പോവില്ലേ? തലയില് കുറച്ച് ഡാമേജ് ആയി. ഇപ്പോഴാണ് സീമ കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഹെൽത്തി വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, തലയില് കേറി ഇങ്ങനെ ചേട്ടാ മൊത്തം കേറി പിടിച്ചു തലയില് മൊത്തത്തില് കട്ട് ചെയ്ത് എടുത്തു. പക്ഷെ ഇതൊരു വെറൈറ്റി സംഭവം. പിന്നെ ഞാൻ വിഷ്ണുവിന്റെ എല്ലാ വീഡിയോസിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റഡുകൾ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഇല്ല. അത് വേണ്ട, ഇത് ഒഴിവാക്കി. ഇത് ഈ ഒരു മൂക്കുത്തിയിലേക്ക് നീങ്ങി. എന്താ മൂക്കുത്തിയിലേക്ക് നീങ്ങാനായിട്ട് കാരണം? പുതിയ പുതിയ വെറൈറ്റീസ് പിടിക്കുമ്പോ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? അതെ, അതുപോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കാത്. എന്താ ഇട്ടിട്ടുള്ളത്? മോതിരമാണ് ഇട്ടിട്ടുള്ളത്. ഹോളുണ്ട്, വിരലൊക്കെ രീതിയിലുള്ളതാണ്. ഇത് നിസ്സാരം എന്നല്ല കേട്ടോ. നമ്മുടെ
കൈ എന്റെ രണ്ടുപേരുണ്ട് ഏകദേശം 2 അല്ല ഏകദേശം വേദനയുണ്ടാ? ഇല്ല ഇല്ല. ഇത് ഏത് തട്ടാനാണ് ഈ കാത് കുത്തിയത്? ഇത് ചെറുത് ഇങ്ങനെ വലുതാക്കണ സംഭവം ഉണ്ട് ഇങ്ങനെ കിട്ടണത്. പിന്നെ എന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ സെറ്റാക്കി എടുത്തു. പക്ഷെ ഇത് നമുക്ക് ഒരു എന്താ പറയാ, നമ്മള് ഇത് ചെറിയൊരു ഓട്ടം മതിയായിരുന്നില്ലേ? നോക്കൂ, ഇത് 2 വിരലൊക്കെ ഇങ്ങനെ കയറി പോകത്തക്ക രീതിയിലുള്ള ഒരു ഹോള് പോലെ ആക്കി വെച്ചിരുന്നു. വിഷ്ണു തീരെ സംസാരിക്കില്ല. ഇന്ന് ഞാൻ മാത്രം സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയി മാറുമോ? ഇല്ല. അല്ല, നമ്മളെ നോക്കി ചിലവര് കളിയാക്കണ മൂഡ് നോക്കും, ചിലവര് നല്ലവര് നോക്കും. കളിയാക്കുമ്പോ എന്ത് തോന്നും? നെവർ മൈൻഡ്. അതൊരു നമ്മളത് നോക്കേലില്ല, നോക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ കാഴ്ചപ്പാട്. ഇങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ ആയപ്പോ വീട്ടിലുള്ളവരും നാട്ടുകാരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നാട്ടുകാര് ഞാൻ ശ്രദ്ധിക്കാറേ എന്തുവേണെങ്കിലും പറഞ്ഞോട്ടെ. നമ്മുടെ മുന്നിൽ വെച്ച് പറയുന്നില്ലേ. ഇത് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ഘട്ടം എപ്പോഴായിരുന്നു? ചിലവര് നല്ല അഭിപ്രായം നമ്മൾ കണ്ടിട്ട് അറിഞ്ഞ് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സന്തോഷമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതോടൊപ്പം നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. വിഷ്ണു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ നെഗറ്റീവ് കമന്റ്സിനെ ഒന്നും നെവർ മൈൻഡാണ്, ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല എന്നുള്ളത്. പക്ഷെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തില് പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കമന്റ്സുകളോ മറ്റോ വായിക്കാറില്ലേ? പിന്നെ കൂട്ടുകാരന്മാര് വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് വിളിക്കുന്നു പറയും. അപ്പൊ തോന്നിണ്ട്. നമ്മള് പിന്നെ അങ്ങനെ പറഞ്ഞ അവരും രണ്ടുപേരും സെയിം ആയില്ലേ, വ്യത്യാസം വരുന്നില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ കാണുമ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്തായാലും ഒരുപാട് നെഗറ്റീവ്സ് കമന്റ്സുകളിലൂടെ ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും. ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, സിഗരറ്റ് വലിക്കോ, കഞ്ചാവ് വലിക്കോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങള് ഉയർന്നു വന്നിട്ടുണ്ടോ? ഏറ്റവും കൂടുതലുള്ള വീടിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങള്. അവൻ കഞ്ചാവാണെന്നൊക്കെ പറയായിരിക്കും അല്ലെ? പിന്നെ അപ്പൊ എന്താ പറയാ, അപ്പൊ ഇങ്ങനെ തന്നെ അവൻ പറഞ്ഞോട്ടെ അങ്ങനെ പറയോ? നോക്കാലോ, പക്ഷെ എന്റെ മുന്നിൽ വെച്ച് പറയില്ല. ഓരോരുത്തർ പറഞ്ഞ് നമ്മൾ അറിയണത് പറയണ്ടെന്നൊക്കെ അവരറിയണില്ലല്ലോ. നമ്മള് അങ്ങനെ ചെയ്യണ്ടെന്ന് നമ്മള് ചെയ്യണില്ലല്ലോ. അതെ, ചെയ്യണില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. എനിക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോലീസുകാരും മറ്റൊക്കെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോ എന്താ പറയാറ്? ഇഷ്ടം പോലെ എന്റെ അടുത്ത് ചെക്ക് ചെയ്യാറ്. ഇപ്പൊ അങ്ങനെയില്ല. കുറെ നാൾ മുമ്പ് ഫുള്ള് ചെക്കിങ്ങാ, വന്നിറങ്ങിയ അപ്പൊ ചെക്കിങ് ആണ്, നാട്ടു റോഡിലൊക്കെ വെച്ചിട്ട് ചെക്കിങ് ആണ്. ആൾക്കാരെ മുന്നേ വെച്ചുമ്പോ നമുക്കൊരു ഇതല്ലേ, അവര് ഇങ്ങനെ എടുക്കുമ്പോ ഒന്നുമില്ല, വെറുതെ വെച്ചാ ശരി എന്ന് പറഞ്ഞു പോവാ. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലല്ലോ. പിന്നെ ഗഡികളൊക്കെ ഓണാ. ഗഡികളൊക്കെ ഓണാണ്, നല്ല അസല് തൃശ്ശൂർ ഭാഷയാണ്. നമ്മള് ഓണാണ്. നല്ലൊരു ആനപ്രേമിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്, പൂരങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണോ? പിന്നെ ഞാൻ ആനപ്പുറത്ത് കയറാൻ പോണതാ. അതെ, ഓഹോ, ഞാൻ ആനപ്പുറത്ത് കയറാൻ പോണതാ. അതിന്റെ മുകളിലിരുന്നപ്പോ ഫുള്ള് കാണാനായിട്ട് പറ്റും. അത് വിഷ്ണു പറയുമ്പോ തന്നെ നമുക്കൊരു പൂരം കണ്ട ഒരു പ്രതീതിയാണ് തോന്നുന്നത്. അല്ല പിന്നെ അതൊരു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പേടി തോന്നിയിട്ടില്ല. എവിടെയൊക്കെ പോകും? ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണോ, അല്ലെങ്കിൽ പുറമൊക്കെ പൂരങ്ങൾക്ക് പോവാറുണ്ടോ? പുറത്ത് പോകാറുണ്ട്, കൊല്ലത്ത് പോകാറുണ്ട്, പാലക്കാട് പോകാറുണ്ട്, പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോ ഫാൻസ് ഒക്കെ എന്താ പറയും? പിന്നെ ഫുള്ളോണാ. പിന്നെ അത് മാത്രല്ലല്ലോ, ഈ പറയുന്ന പോലെ ചെറിയ പായന്നോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ എന്ന് പറയുമ്പോ എങ്ങനെയായിട്ട് വരും? എങ്ങനെയാണ്, എന്തൊക്കെ കൺസെപ്റ്റുകളാണ് ഉള്ളത്? ഓൾറെഡി ലവർ ഉണ്ട് എന്ന് പറഞ്ഞു, പുള്ളിക്കാരി സപ്പോർട്ടീവ് ആണോ? ഇപ്പോഴത്തെ ഒരു പ്രണയത്തിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? വിഷ്ണുവിന്റെ പ്രണയത്തിനെ കുറിച്ചിട്ട് പറയൂ. അത് ഇല്ല. ഇത് എത്രയില് പഠിക്കുമ്പോഴായിരുന്നു? അത് പഠിക്കുന്നു. അവള് പഠിക്കായിരുന്നു. അതെ, 5 വർഷത്തെ റിലേഷൻഷിപ്പ് നിസ്സാരമൊന്നല്ല. 5 വർഷം. ഇപ്പോഴത്തെ പ്രണയങ്ങളൊന്നും അങ്ങനെ അധികം കാലം പോവാറില്ലല്ലോ. തേപ്പ് ഒക്കെ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കാരണേ. പക്ഷെ 5 വർഷത്തെ ഒരു ലൈഫ് ശരിക്കും വിഷ്ണുവിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റില് പുള്ളിക്കാരിക്ക് നല്ലൊരു കൈയുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ് വിഷ്ണുവിന്റെ? അതെ, ഫിലിം എന്ന് പറയുന്ന ഒരു ഡ്രീം ഉണ്ടോ ഉള്ളില്? ഏത് തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യാനാണ് വിഷ്ണുവിന് താല്പര്യം? വില്ലൻ. അങ്ങനത്തെ ഒരു വില്ലൻ ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പറഞ്ഞാൽ മുടിയൊക്കെ വെട്ടിക്കളയോ? അത് നമ്മളൊരു വിധം ആയി കഴിഞ്ഞിട്ടാണെങ്കിലും വെട്ടില്ല. ഇപ്പൊ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാലും
അത് ലൈഫ് ടേൺ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും എങ്ങനെയായിരിക്കും ഡിസിഷൻ? എന്തായാലും അങ്ങനെ വിട്ടില്ല. അങ്ങനെ നോക്കുള്ളൂ. ഒരുപാട് പ്രൊജക്ട്സ് അതല്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് അതെ, വില്ലൻ റോൾ തന്നെയാണ്. പക്ഷെ വില്ലൻ ക്യാരക്ടറും വളരെ ശാന്തനായ, അത് പറയുമ്പോഴും വളരെ ശാന്തതയാണ്. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുമ്പോഴേ ഈ പറയുന്ന പോലെ പല ആളുകളും അതിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കതൊരു ഭയങ്കര വേദനയായിട്ടുള്ള ഒരുപാട് കമന്റ്സുകൾ അതിലിട്ടുണ്ട്. കണ്ണാപ്പി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകളൊക്കെ വിളിച്ചിട്ട്. അല്ല നമ്മള് ഇത് ഇതില് മാത്രമല്ലോ നേരിട്ട് വിളിക്കണില്ല. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? നല്ല പ്രതികാരവും. നല്ലൊരു ഓണംകളി പാട്ട് കലാകാരനാണെന്ന് ഞാൻ കേട്ടായിരുന്നു. നമുക്ക് 2 വരി ഓണംകളി പാട്ട് കേട്ടാലോ? കളിയാണ്, പക്ഷെ കളിയിൽ എന്തായാലും പാട്ടുണ്ടല്ലോ. 2 വരി എന്തായാലും കേട്ടാലോ? കണ്ണിൽ ചേർന്ന് കാർമുകിലോരം എന്നിൽ പെയ്തു പാടാൻ വാ, നെഞ്ചിൽ തീർത്ത് കരളില മോഹം ഇന്നൻ കൂടെ ആടാൻ വാ. നൈസ്. ഇതാണോ പാട്ട് പാടില്ല എന്ന് പറഞ്ഞത്? ഇങ്ങനെയാണോ പാട്ട് പാടില്ല എന്ന് പറയുന്നത്? വൈബായിരുന്നു. പിന്നെ സൂപ്പർ. ഇനി നമ്മുടെ ഒരുപാട് പേര് ഇതുപോലെ പുതിയ ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുടിയും സ്റ്റഡൊക്കെ അടിച്ച് ഒരുപാട് പേര് ഇനി പിന്നാലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ സമൂഹം കാണണം എന്നാണ് വിഷ്ണു ഇനി ആഗ്രഹിക്കുന്നത്? നല്ല അടിപൊളിയായിട്ട് കാണണോ? നെഗറ്റീവായിട്ട് കാണരുത് ഒരാളെ, പോസിറ്റീവായിട്ട് കാണണോ? നമുക്ക് എപ്പോഴും സഹായം കാര്യങ്ങൾ ചെയ്യാൻ ആരുണ്ടാവും പറയാൻ പറ്റില്ല. അവര് ഇനി കള്ളാണ് കഞ്ചാവാണെന്നൊന്നും പറയുന്ന രീതിയിൽ തന്നെ ഈ പറയുന്ന ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മുടെ ഒരു കൂട്ടായ്മ. പിന്നെ അതെ, ഏറ്റവും ഭയങ്കരമായിട്ട് ഫെഡപ്പായ ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ട്? ഇല്ല, നെഗറ്റീവായിട്ട് പറഞ്ഞത് ഈ വീട്ടുകാരെ വിളിക്കണ മാത്രമേ നെഗറ്റീവ് നമുക്കൊരു വിഷമം തോന്നിയുള്ളൂ. അത് കുറെ പേര് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അത് മാത്രമേ ഉള്ളൂ. വീട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ല ഇവർക്ക്. നമ്മളെ നമ്മളെ വിളിക്കുക. വീട്ടുകാരെ വിളിക്കുമ്പോ നമുക്ക് വേറെ വിഷമം വരും. ഇപ്പൊ എത്ര വയസ്സുണ്ട് വിഷ്ണു? 26 വയസ്സ്. അപ്പൊ ഈ 26 വയസ്സിന്റെ ഈ ഒരു കാലയളവില് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? എനിക്ക് പരിപാടിക്ക് പോകുമ്പോ ആനപ്പുറത്ത് പോകുമ്പോ ആൾക്കാരെല്ലാവരും ചുറ്റിട്ട് വട്ടിട്ട് നിൽക്കാറുണ്ട്. പ്രാവശ്യം ഈ കുന്നംകുളം പൂരത്തിന് പോയി പാർക്കല്ലോ പോയി ആനയില്ല, ഞാനവിടെ ഇല്ല, ഫുള്ള് ആൾക്കാര് അടുത്തേക്കായിരുന്നു. അതൊരു സന്തോഷം. ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്ന സംഭവം അതെങ്ങനെയാണ്? അതൊരു കലയായിട്ട് കൊണ്ടു നടക്കുന്നതാണോ? തന്നെ വരുന്നതാണ്. ഒരു വട്ടം കൂടി കാണിക്കാമോ? എന്റെ പിന്നെ 2 പേർക്കൊക്കെ കാണിക്കുന്നുണ്ട്. അത് നൈസാണ് കേട്ടാ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചപ്പോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ഐറ്റാണ്. അത് മാത്രല്ല കേട്ടാ, ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. നെഞ്ചിനകത്ത് ആരാണ്? ലാലേട്ടനാണ്. ഒന്ന് കാണിക്കോ അതൊന്ന്? ലാലേട്ടനെ യാ മോനെ, ലാലേട്ടൻ ലെവലാണ്. ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ മുടി വെട്ടോ? അന്ന് മുടി വെട്ടോ? അതാണ് ചോദ്യം. ലാലേട്ടൻ പറയാണ് ഏട്ടാ നാളെ ഒരു സിനിമ തരാൻ നിനക്ക്, നീ വായോ, മുടി വെട്ടിട്ട് വായോന്ന് പറഞ്ഞാൽ ചെലപ്പോ പറഞ്ഞാലോ. എടാ ഇത് സപ്പോസിംഗ് ആണ്, ഇത് സപ്പോസിംഗ് ആണ്. ഇത് നമ്മള് നാളെ നടക്കാന്ന് വിചാരിക്കൂ, വെട്ടു അല്ലേ? ലാലേട്ടൻ വേറെ ലെവലായിരുന്നല്ലേ? ലാലേട്ടന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫിലിംസ് ഉണ്ടോ? ഒരുപാട് ഫിലിംസ് ഉണ്ടാവും, എന്നാലും ഒരെണ്ണം പറയാൻ പറഞ്ഞ. രാവണപ്രഭു. ഓ എന്റെ പൊന്നെ, രാവണപ്രഭുക്കാണ് നാട്ടുരാജാവ്. വാവ്, എന്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറാണ് ലാലേട്ടൻ. വാവ്, ലാലേട്ടൻ ഇല്ലാതെ എന്താണല്ലേ മലയാള സിനിമ? ലാലേട്ടൻ എന്നാ ലാലേട്ടന്റെ ഏതെങ്കിലും ഫിലിമിന്റെ ലാലേട്ടൻ ഒരു മാസ് ഡയലോഗ് പറയാൻ പറഞ്ഞാൽ? മുടി ഒന്ന് നീട്ടി വളർത്തും മെസ്സേജ് മുമ്പിലേക്ക് ചെരക്കാൻ. അപ്പൊ സ്റ്റോറി സോയിൽ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് വിഷ്ണു റാം ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായും സിനിമയാണ്. അപ്പൊ സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ഇനിയും ലഭിക്കട്ടെ. ഒരുപാട് സീരിയൽസ് ഇപ്പൊ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയാനുണ്ട്. നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.